ഇൻസ്റ്റാ പേരടിച്ച് ഇൻസ്റ്റാ പേജ് സെറ്റാക്കി, ഇൻസ്റ്റാ ബയോ സെറ്റാക്കി, കോണ്ടൻറ്റ് പ്ലാൻ ഉണ്ടാക്കി, കോണ്ടൻറ്റ് പില്ലേഴ്സ് ഉണ്ടാക്കി, കോണ്ടൻറ്റ് കലണ്ടർ ഉണ്ടാക്കി, ഫുൾ കോണ്ടൻറ്റ് ഐ ഡി ഉണ്ടാക്കി, അതിന് ശേഷം മൈക്ക് സെറ്റാക്കി, ക്യാമറ സെറ്റാക്കി, സ്റ്റുഡിയോ സെറ്റപ്പാക്കി, ലൈറ്റിംഗ് സെറ്റപ്പാക്കി, അതിന് ശേഷം ഡ്രസ്സിങ് സെറ്റപ്പാക്കി, വേണ്ടി ഹെയർ സ്റ്റൈൽ സെറ്റപ്പാക്കി, പിന്നെ ക്രിഡ് പോസ്റ്റ് സെറ്റപ്പാക്കി, ബ്രാൻഡ് ഗൈഡ് ലൈൻ സെറ്റപ്പാക്കി, ബ്രാൻഡ് കളർ സെറ്റാക്കി, ബ്രാൻഡ് ഫോൺ സെറ്റാക്കി, ഇതൊക്കെ സെറ്റാക്കി. ഇതൊക്കെ ചെയ്ത് എന്തിനാ കോണ്ടൻറ്റ് ഉണ്ടാക്കുക? കോണ്ടൻറ്റ് സെറ്റാക്കിയോ? ഇല്ല. ഇതെല്ലാം ചെയ്യുന്നത് കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നിട്ടും കോണ്ടൻറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തൊക്കെയോ ചെയ്തു. വല്ല കാര്യം ഉണ്ടായോ? ഇല്ല. പൈസ പൊട്ടിയോ? പൊട്ടി. ഞാനൊരു 20 ദിവസമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ്. ഇന്നാണ് എൻ്റെ ഒരു തിരിച്ചറിയൽ ദിവസം എത്തിയത്. ഈ കോണ്ടൻറ്റ് പ്ലാൻ, കോണ്ടൻറ്റ് ഐഡിയ, കോണ്ടൻറ്റ് കലണ്ടർ, കോണ്ടൻറ്റ് പില്ലർ, ഈ പരിപാടികളൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ. കോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ് അതിന് ആക്ച്വലി പോയിൻ്റ് ഉള്ളത്. കോണ്ടൻറ്റ് ഒന്നും ഇല്ല ഉണ്ടാക്കാതെ കോണ്ടൻറ്റ് പില്ലർ ഉണ്ടാക്കി, കോണ്ടൻറ്റ് ഐ ഡി ഉണ്ടാക്കി, മാസ്റ്റർ മൈൻഡ് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടൊന്നും ഈ ബ്രാൻഡ് കളർ, ബ്രാൻഡ് ഫോൺ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യം കോണ്ടൻറ്റ് ഉണ്ടാക്കുക, അതിന് ശേഷം ബാക്കി ഫിഗർ ഔട്ട് ചെയ്യുക. കോണ്ടൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷമേ ബാക്കി കോണ്ടൻറ്റ് സ്ട്രാറ്റജി പരിപാടികൾ നോക്കിയിട്ട് കാര്യമുള്ളൂ. കോണ്ടൻറ്റ് ഉണ്ടെങ്കിലേ കോണ്ടൻറ്റ് സ്ട്രാറ്റജി ഉള്ളൂ.